വാ ഞാപ്പം ഊരിക്കെ അത് എവിടെ പോവാ? എന്തിനാ പ്രൈസ് മേടിക്കുവോ? എത്ര പ്രൈസ് മേടിക്കോ? 2 പ്രൈസ് മേടിക്കുവോ? ഫസ്റ്റ് സെക്കൻഡാ? ഫസ്റ്റ് കിട്ടത്തില്ലേ? കിട്ടോ? ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അത്. താങ്ക് യു. വാ ലീവിന്റെ പോ സ്ട്രൈറ്റ് പോട്ട് ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട്? ഇന്ന് ആദവിൻ്റെ സ്പോർട്സ് ഡേ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആദവ് ഇറങ്ങിയിട്ടുണ്ട്. ആദവിൻ്റെ സ്കൂളിൽ വെച്ചാണ് ആക്ച്വലി സ്പോർട്സ് ഡേ നടത്തുന്നത്. അവരതിൻ്റെ അടുത്ത് തന്നെയുള്ള റയാൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സ്കൂളാണ്. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ 9 o'clock ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഷാർപ്പ് 9 o'clock ആയപ്പോൾ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ടീച്ചേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ പറയുന്നു ദാ മാം നിൽക്കുന്നു, ഈ കുട്ടികൾ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ വർഷം ഇതിനകത്തേക്ക് വിട്ടിട്ടുണ്ട്. എല്ലാ വർഷം എങ്ങനെയാണെന്നറിയോ, ഇവനിങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇവൻ നഴ്സറിയിലും അവിടെ പഠിച്ചത്, പ്ലേയിലും അങ്ങനെയാണ് പഠിച്ചത്, അതേ സ്കൂളിലാണ്. അപ്പോൾ ഈ നഴ്സറിയിലും പ്ലേയിലും ആയിരുന്ന സമയത്ത് നമ്മൾ പേരൻസ് ആയിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്. പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് അവനകത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അവിടെ ഇരുന്നും ഒക്കെ പ്ലേയിലായിരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പോയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അങ്ങനെ ഇവരുടെ ഈ ഡ്രില്ല് കാണാൻ നല്ല രസം കേട്ടോ. ഓരോ കുട്ടികളും ഓരോ രീതിയിലൊക്കെ ചെയ്യുന്നത് കാണാൻ ശരിക്കും ഈ ടീച്ചേഴ്സിനെയൊക്കെ സമ്മതിക്കണം. ഇവരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് തന്നെ ഒരു വലിയതാണ്. പക്ഷെ എന്ത് രസമായിട്ടല്ലേ കുട്ടികൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. നല്ല രസമായിരുന്നു. ഇനി ഈവൻറ്റ്സ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നടന്ന റണ്ണിങ് റേസ് ആണ്. ദാദവിൻ്റെ ഓടിയെത്തുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ 3 കുട്ടികളാണ്. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയിരിക്കും. അങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് റണ്ണിങ് റേസ്. അപ്പം ഒരു 3 ടീച്ചേഴ്സ് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഓടുക. അങ്ങനെ തിരിഞ്ഞ് ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞിരുന്നത് ഹോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഗെയിമാണ്. അപ്പോൾ ഈ ഹോപ്പിംഗ് ഗെയിമിൽ ഇവർ 3 പേരുണ്ട്. അതിൽ ആദവ് നോക്കിക്കാണ് ഭയങ്കര, അവൻ പറഞ്ഞു ഈ റാബിറ്റൊക്കെ റൺ ചെയ്യുന്ന പോലെ വേണം. സോ അവൻ ഭയങ്കര സിൻസിയറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ബാക്കി കുട്ടികളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ഓടി എത്തിയിട്ടുണ്ട്. അവൻ സിൻസിയറായിട്ട് ടിൽ ദ എൻഡ് അവനത് മെയിൻറ്റെയിൻ ചെയ്തു വന്നു. അത് കാരണം അവന് 3rd പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടുള്ളൂ. ഇനി അടുത്ത ഗെയിംസ് എന്ന് പറയുന്നത് ഈ പാക്കിംഗ് ദ ബാഗ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ബാഗിനകത്തേക്ക് കുറച്ച് ടോയ്സ് വെച്ചിട്ടുണ്ട്. അത് പാക്ക് ചെയ്തിട്ട് ആ ബാഗും എടുത്തിട്ട് നമ്മൾ തിരിച്ചോടണം. ഇതാണ് ഗെയിംസ്. ഇത് ഓടുന്നുണ്ട്. അതെനിക്കൊന്ന് 1 സെക്കൻഡ് വ്യത്യാസത്തിൽ ഫസ്റ്റ് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തി, പക്ഷേ കറക്റ്റ് സമയത്ത്. ഇനിയും പിന്നെ അവരിവരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവർ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ടീച്ചേഴ്സിനും ഈ സ്റ്റാഫിനും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും നന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഇവർ പേരൻസിനെ എല്ലാം വിളിച്ചിട്ട് കുട്ടികളുടെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ റൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഓടി കേട്ടോ അവൻ്റെ കൂടെ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമായിരുന്നു. അതൊരു നല്ല ഫണ്ണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടയെ വിളിച്ചുകൊണ്ട് വരാം. ആദ്യം ഞാനും കൂടെയാണ് അവൻ്റെ കൂടെ പോയത്. ചേട്ടയെ വിളിച്ചുകൊണ്ട് വരാം, ചേട്ടാ വാ എൻ്റെയൊക്കെ മെഡൽ തരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവന് റണ്ണിങ് റേസിൽ ഫസ്റ്റ് കിട്ടി, ഹോപ്പിങ്ങിൽ സെക്കൻഡ് കിട്ടി, ഹോപ്പിങ്ങിൽ 3rd കിട്ടി. പിന്നെ പാക്കിംഗ് ദ ബാഗ് ആ ഗെയിമിൽ അതിന് സെക്കൻഡ് പ്രൈസും കിട്ടി. അങ്ങനെ ഓൾ ഗോൾഡും ബ്രോൺസും സിൽവറും എല്ലാം 3 മെഡൽസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് ആർക്കും വിഷമം വരില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രൈസ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ 3rdോ അങ്ങനെ പിന്നെ 3ഉം കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡും ഒരു സിൽവറും ഒരു ബ്രോൺസും കിട്ടി. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പിയായി. അവനിങ്ങനെ ഓരോ കുട്ടികൾക്കും കൊടുക്കുമ്പോൾ അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കില്ലേന്ന്. അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാ പേരൻസും വന്ന് നിൽക്കാൻ പറഞ്ഞു കുട്ടികളുടെ കൂടെ. പിന്നെ അവരുടെ ക്ലാസ് ടീച്ചറും ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ് ടീച്ചർ ആ സൈഡിൽ നിൽക്കുന്നത്. അങ്ങനെ ടീച്ചേഴ്സെല്ലാം നിർത്തിയിട്ട് നല്ലൊരു ഫോട്ടോ ഇട്ടു. ഞങ്ങളും കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.